കോതമംഗലം നഗരത്തിലെ ഫുട്പാത്തുകൾ കാടുമൂടിയ നിലയിൽ. ഫുട്പാത്തുകൾ പുല്ലുമൂടിക്കിടക്കുന്നത് മൂലം കാൽനടയാത്രക്കാർ സഞ്ചരിക്കുന്നത് വാഹനങ്ങൾ ചീറിപ്പായുന്ന റോഡ് ഭാഗത്തുകൂടെയാണ്. പൊതുവഴികളിൽ വാഹനങ്ങളെക്കാൾ അവകാശം കാൽനടക്കാർക്കാണെന്നും അവരുടെ സഞ്ചാരവഴികൾ സുരക്ഷിതമാക്കണമെന്നുള്ള സുപ്രീം കോടതി നിർദ്ദേശമുണ്ടായത് ഒരു മാസം മുൻപാണ്. ഫുട്പാത്തിന്റെ അപര്യാപ്തം മൂലം ഒരു കുട്ടിയുടെ ജീവൻ നഷ്ടപ്പെട്ട സാഹചര്യത്തിലായിരുന്നു നിർണായക വിധി. എന്നാൽ ഇത്തരം വിധികളൊന്നും കാൽനടക്കാരുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്ന കാര്യത്തിൽ ദേശീയ സംസ്ഥാന സർക്കാരുകളെയും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെയും ബാധിക്കാത്ത മട്ടാണ്. കൊച്ചി ധനുഷ്കോടി ദേശീയപാത കടന്നുപോകുന്ന കോതമംഗലം നഗരത്തിൽ കാൽനടക്കാർക്ക് സഞ്ചരിക്കാൻ ഒഴിവാക്കിയിട്ടിരിക്കുന്ന ഫുട്പാത്തുകൾ പലയിടത്തും പുല്ലുമൂടിയ നിലയിലാണ്. സ്വകാര്യ സ്ഥാപനങ്ങളും റോഡിനോട് ചേർന്നുള്ള താമസക്കാരും വൃത്തിയാക്കിയിട്ടുള്ളതൊഴിച്ചാൽ പല സ്ഥലങ്ങളിലും ഇത്തരത്തിൽ പുല്ലുമൂടിയ ഫുട്പാത്തുകൾ കാണാൻ കഴിയും. കോതമംഗലം പാർക്കിനോട് ചേർന്നുള്ള ബൈപ്പാസ് ജംഗ്ഷൻ ഉൾപ്പെടെ മിക്ക സ്ഥലങ്ങളിലും ഇതാണ് സ്ഥിതി. ചിലയിടങ്ങളിൽ ഉപേക്ഷിക്കപ്പെട്ട വലിയ മരക്കുറ്റികൾ വരെ ഫുട്പാത്ത് വിലങ്ങി കിടക്കുന്നത് കാണാം. പരസ്യ ബോർഡുകളെല്ലാം ഫുട്പാത്തുകൾ തടസ്സപ്പെടുത്തിയാണ് പലയിടത്തും സ്ഥാപിച്ചിട്ടുള്ളത്. റോഡിലെ വാഹനങ്ങളിൽ നിന്ന് രക്ഷപ്പെട്ട് ഫുട്പാത്തിലെ പുല്ലിലൂടെ ആളുകൾ നടന്ന് വഴിച്ചാലുകൾ തന്നെ രൂപപ്പെട്ടിട്ടുണ്ട്. ദേശീയപാതയിലൂടെ വാഹനങ്ങൾ ചീറിപ്പാഞ്ഞെത്തുമ്പോൾ ഫുട്പാത്ത് ഒഴിവാക്കി റോഡിലൂടെയുള്ള വൃദ്ധരുടെയും കുട്ടികളുടെ യാത്ര അതിസാഹസികം തന്നെയാണ്. ചില ഭാഗങ്ങളിൽ തുറന്ന ഓടകളാണ് ഇപ്പോഴും ഉള്ളത്. അതുകൊണ്ട് തന്നെ ഈ ഭാഗങ്ങളിൽ ഫുട്പാത്തുകൾ കാണാനുമില്ല. വാഹനങ്ങളും മനുഷ്യരും ഇടകലർന്നാണ് ഇത്തരം മേഖലകളിൽ സഞ്ചരിക്കുന്നത്. രാത്രികാലങ്ങളിൽ മിക്കയിടങ്ങളിലും വഴിവിളക്കുകൾ തെളിയാത്തതും കാൽനടയാത്ര സാഹസികമാക്കുകയാണ്. മഴക്കാലപൂർവ്വ ശുചീകരണ പദ്ധതിയിൽപ്പെടുത്തി പോലും റോഡിൽ വളർന്നു നിൽക്കുന്ന പുല്ലുവെട്ടി നീക്കാത്തത് കാൽനടക്കാരോടുള്ള തികഞ്ഞ അവഗണനയായി തന്നെ കാണേണ്ടിയിരിക്കുന്നു. ന്യൂസ് ഡെസ്ക് KCV ന്യൂസ്.